Hi students, welcome to my YouTube channel. So today we are going to start with the chapter Rational Numbers from class 8 CBSE Max. Okay, so chapter 1 Rational Numbers. Rational Numbers. Okay, yeah. So we have studied a lot of number systems in our previous classes, right? So first of all, let us recall some of the major number systems like natural numbers, whole numbers, integers, etc. And then finally, we will bring our attention on to the rational numbers. Okay? So, first നമ്മൾ integers, whole numbers, നാച്ചുറൽ നമ്പേഴ്സ് ഇതുപോലെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ള നമ്പർ സിസ്റ്റംസിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ നമ്മൾ പഠിക്കും, ജസ്റ്റ് ഒന്ന് പറയും. അതിനുശേഷം വി വിൽ ബ്രിങ് അവർ അറ്റൻഷൻ ഓൺ ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വൺ ബൈ വൺ. ഓക്കെ, ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ്. ദെൻ ആക്ച്വലി വാട്ട് ഡു യു മീൻ ബൈ നാച്ചുറൽ നമ്പർ? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എന്താ പഠിച്ചിട്ടുള്ളത് നാച്ചുറൽ നമ്പേഴ്സിനെ പറ്റി? യൂഷ്വലി നമ്മൾ നാച്ചുറൽ നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എൻ യൂസ് ചെയ്തിട്ടാണ്. വി യൂഷ്വലി യൂസ് ദ ആൽഫബറ്റ് ക്യാപിറ്റൽ എൻ ടു റെപ്രസെൻറ്റ് ദ നാച്ചുറൽ നമ്പേഴ്സ് ദാറ്റ് യു ഓൾറെഡി നോ. ഓക്കെ, ആൻഡ് ആക്ച്വലി നാച്ചുറൽ നമ്പേഴ്സ് മീൻസ് ദ പോസിറ്റീവ് നമ്പേഴ്സ്. ദ പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3, etc. are called natural numbers, right? നമുക്കറിയാം 1, 2, 3, 4 എക്സെട്ര അങ്ങനെ കൗണ്ട് ചെയ്യുന്ന കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ യൂഷ്വലി വി യൂസ് ദ ആൽഫബറ്റ് ക്യാപിറ്റൽ ലെറ്റർ എൻ ടു റെപ്രസെൻറ്റ് ദിസ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, സോ യു ഓൾ ഗോട്ട് എൻ ഐഡിയ അബൌട്ട് ദിസ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പം എപ്പോഴും ഓർത്ത് വെക്കുക, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏത് സെറ്റ് ഓഫ് കണ്ടിന്യൂസ് നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്? 1, 2, 3, 4 സോ ഓൺ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്ന സീരീസ് ഓഫ് നമ്പേഴ്സ്, സെറ്റ് ഓഫ് പോസിറ്റീവ് നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് നമ്പർ സിസ്റ്റം, ദാറ്റ് ഈസ് ഹോൾ നമ്പേഴ്സ്. ഓക്കെ, സോ ഹോൾ നമ്പേഴ്സ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഹോൾ നമ്പേഴ്സിനെ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പം ഏത് സെറ്റ് ഓഫ് കണ്ടിന്യൂസ് നമ്പേഴ്സിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് എലോങ് വിത്ത് ദ നമ്പർ 0. ദാറ്റ് ഈസ് യൂഷ്വലി റെഫർ ടു as ഹോൾ നമ്പേഴ്സ്. ദാറ്റ് ഈസ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1, 2, 3, 4 എക്സെട്ര. ഈ കൗണ്ടിങ് നമ്പേഴ്സിനാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ദിസ് നാച്ചുറൽ നമ്പേഴ്സ് എലോങ് വിത്ത് ദ നമ്പർ 0, എലോങ് വിത്ത് ദ നമ്പർ 0 ആർ കോൾഡ് വാട്ട്? ഹോൾ നമ്പേഴ്സ് ആർ കോൾഡ് ഹോൾ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം ഹോൾ നമ്പേഴ്സിൻ്റെ ആ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെ? സ്റ്റാർട്ടിങ് ഫ്രം 0, റൈറ്റ്? ആൻഡ് ദെൻ പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ്, ദാറ്റ് ഈസ് 0, 1, 2, 3, 4 എക്സെട്ര. ഈ ഒരു കണ്ടിന്യൂസ് സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് യൂഷ്വലി ഡിഫൈൻ ചെയ്യുന്നത്. സോ നൗ യു ആർ ക്ലിയർ എബൌട്ട് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ഹോൾ നമ്പേഴ്സ്. ഓർത്ത് വെക്കുക, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 1, 2, 3, 4 എക്സെട്ര. ആ സെറ്റ് ഓഫ് കണ്ടിന്യൂസ് നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എലോങ് വിത്ത് ദ നമ്പർ 0. സോ ഒരു 0 കൂടെ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയാൽ ആ ഒരു സെറ്റ് ഓഫ് കണ്ടിന്യൂസ് സീരീസ് നമ്പേഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം. നൗ ഇൻറ്റീജേഴ്സ്. ഓക്കെ, ഇൻറ്റീജേഴ്സ് യൂഷ്വലി വി യൂസ് ദ ആൽഫബറ്റ് ക്യാപിറ്റൽ ലെറ്റർ ഐ ടു റെപ്രസെൻറ്റ് ദിസ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, ഇൻറ്റീജേഴ്സിനെ നമ്മൾ ഐ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് സാധാരണ ഇൻറ്റീജേഴ്സിനെ നമ്മൾ കോമൺലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് നമുക്ക് ഇൻറ്റീജേഴ്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്? ഹോൾ നമ്പേഴ്സ് എലോങ് വിത്ത് negatives of natural numbers. Okay, whole numbers along with negatives of natural numbers. Okay, along with negatives of natural numbers are called what? Integers. അപ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഹോൾ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ
0, 1, 2, 3, etc. are known as whole numbers. Along with what? Negatives of natural numbers. Natural numbers എന്ന് പറയുമ്പോൾ 1, 2, 3, 4, etc. അപ്പോൾ negatives of natural numbers എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? -1, -2, -3, etc. So this set of numbers, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് ഡിഫൈൻ ചെയ്യുന്നത്? Integers. That means integers are defined as the whole numbers along with negatives of these natural numbers. That is, this series consists of the numbers 0, 1, 2, 3, etc. and also the negative numbers -1, -2, -3, -4, etc. So this is all about natural numbers, whole numbers and integers. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പം ആ സീരീസ് എന്താണെന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ആ കണ്ടിന്യൂസ് സീരീസ് ഏതാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ആൻഡ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്ന ആ സെറ്റ് ഓഫ് നമ്പേഴ്സിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുള്ളത് ഓർത്ത് വെക്കുക. സോ ദീസ് ഓൾ ആർ കണ്ടിന്യൂസ് സീരീസ്. ഓക്കെ, സോ ക്ലിയർ? ഓക്കെ, നൗ വി വിൽ മൂവ് ഓൺ ടു അവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്താണെന്നൊക്കെ നിങ്ങൾ ഓൾറെഡി പ്രീവിയസ് 7th ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും ഹൗ ടു ആഡ് ടു റാഷണൽ നമ്പേഴ്സ്, ഹൗ ടു സബ്ട്രാക്ട് ഓർ ഹൗ ടു മൾട്ടിപ്ലൈ ഓർ ഹൗ ടു ഡിവൈഡ് ടു റാഷണൽ നമ്പേഴ്സ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഗീവ് യു ദി ഡെഫിനിഷൻ ഓഫ് റാഷണൽ നമ്പർ. ആഫ്റ്റർ ദാറ്റ് വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് level of rational numbers. Okay, yeah. So first, rational number means the numbers which can be expressed in the form of p by q. Okay, p by q ഫോമിൽ ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് സാധാരണ ഡിഫൈൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് the numbers that can be expressed, the numbers that can be expressed in the form of p by q, where ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. where p and q are integers, where p and q are integers and q not equal to 0 are called rational numbers. റാഷണൽ നമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് പി ബൈ ക്യൂ ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സാണ് റാഷണൽ നമ്പേഴ്സ്. അവിടെ പിയും ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൾവേസ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. പി എന്ന് പറയുന്ന എലമെൻറ്റും ക്യൂ എന്ന് പറയുന്ന ഡിനോമിനേറ്ററിൽ വരുന്ന നമ്പറും പി എന്ന് പറയുന്ന ന്യൂമറേറ്ററിൽ വരുന്ന നമ്പേഴ്സും എന്തായിരിക്കും? ഇൻറ്റിജേഴ്സ് ആയിരിക്കും. ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദിസ് ക്യൂ മീൻസ് ദ നമ്പർ വിച്ച് കംസ് ഇൻ ദ ഡിനോമിനേറ്റർ ക്യാൻ നെവർ ബി 0. ഒരിക്കലും എന്താവാൻ പാടില്ല? അത് 0 ആവാൻ വേണ്ടി പാടില്ല. യു നോ 0 ഇസ് ആൻ ഇൻറ്റിജർ അല്ലേ? പക്ഷേ ഡിനോമിനേറ്ററിൽ ഒരിക്കലും എന്ത് വരാൻ പാടില്ല? 0 എന്ന് പറയുന്ന ഇൻറ്റിജർ വരാൻ പാടില്ല. പി ക്യാൻ ബി 0 ഓൾസോ, നോ ഇഷ്യൂസ്, ബട്ട് ക്യൂ ക്യാൻ നെവർ ബി 0. ഓക്കെ, ക്ലിയർ? So then let me give you some examples of these rational numbers, then you will get a clear idea about this rational numbers. Okay, so നമ്മൾ പറഞ്ഞു p by q ഫോർമാറ്റിലാണ് വരേണ്ടത്. പിയും ക്യൂ എന്ന് പറയുന്നത് ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഏത് ഇൻറ്റിജേഴ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, ലെറ്റ് p is equal to 1 and q is equal to -3. then നമ്മുടെ റാഷണൽ നമ്പർ എന്തായിരിക്കും? 1 by -3. It's an example of rational number. Similarly, 2 by 4. This is another example of a rational number. Or -5 by 6. This is another example of a rational number. And its p can be 0. അല്ലേ? p നമുക്ക് എന്താകാം? 0 ആകാം. So 0 divided by, but q can never be 0. 0 by -1. It's also a rational number. What is 0 by -1? 0 by -1 will be equal to 0. So from this we can conclude 0 is also a rational number. 0 is also a rational number. കാരണം എന്തുകൊണ്ടാണ്? because 0 can be represented in the form of p by q. 0 എന്ന് പറയുന്ന നമ്പറിനെയും നമുക്ക് p by q ഫോർമാറ്റിൽ എഴുതാൻ വേണ്ടി പറ്റും. ഹൗ? നമ്മൾ ഓൾറെഡി എഴുതി. 0 ഡിവൈഡഡ് ബൈ, ഡിനോമിനേറ്ററിൽ q ആണ്. q ഏത് നമ്പർ വേണമെങ്കിലും വരാം, ഏത് ഇൻറ്റിജർ വേണമെങ്കിലും വരാം, എക്സെപ്റ്റ് 0. 0 അല്ലാത്ത ഏത് ഇൻറ്റിജറും qന് പോസിബിൾ ആണ്. സോ 0 ഡിവൈഡഡ് ബൈ -2 ഓർ 0 ഡിവൈഡഡ് ബൈ 3, എനിത്തിങ് ഈസ് പോസിബിൾ എക്സെപ്റ്റ് 0 by 0. ഡിനോമിനേറ്ററിൽ 0 ഒരിക്കലും വരാൻ വേണ്ടി പാടില്ല. ബിക്കോസ് 0 ഡിനോമിനേറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് വാല്യൂ
ഈസ് നോട്ട് ഡിഫൈൻഡ്. ആ വാല്യൂ ഒരിക്കലും എന്തായിരിക്കത്തില്ല, ഡിഫൈൻഡ് ആയിരിക്കത്തില്ല. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് റാഷണൽ നമ്പർ. സോ എപ്പോഴും ഓർക്കുക, 0 എന്ന് പറയുന്ന നമ്പറും എന്ത് തന്നെയാണ്, ഒരു റാഷണൽ നമ്പറാണ്. ബിക്കോസ് വി ക്യാൻ റെപ്രസെൻറ്റ് 0 ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ. പി ബൈ ക്യൂ എന്ന് പറയുന്ന ഫോർമാറ്റിൽ തന്നെ നമുക്ക് ആരെയും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, 0 എന്ന് പറയുന്ന നമ്പറിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പം ദ നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ, വെർ പി ആൻഡ് ക്യൂ ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് ക്യൂ നെവർ ബി 0. This point you should keep it in your mind. Q എന്ന് പറയുന്നത് never be 0. Clear? Okay. Now my question is whether this integers means like -3 or 1 or 2, ഇങ്ങനെ നമ്മൾ സിംപ്ലി എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ നമ്പേഴ്സ് ഒരു റാഷണൽ നമ്പർ ആണോ? അതായത് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണോ? യെസ്. വൈ? ബിക്കോസ് 2 എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ക്യാൻ ബി റിട്ടൺ as 2 divided by 1. 2 divided by 1 is nothing but 2. So 2 can be written as 2 divided by 1, right? So this is also in the P by Q format, right? So we can say that this 2 is also a rational number. So 2 is what? Integer, right? Similarly, all other integers like -3 can be written as -3 divided by 1. So this is also in the P by Q format. 1 can be written as 1 by 1. 2 can be written as 2 by 1. So these all are in the form of P by Q. So these all numbers can be represented. These all integers can be represented in the form of P by Q. So integers are also what? Rational numbers. So we got another point. Integers are also rational numbers. Integers are also rational numbers. Clear? Okay. Now this is all about an introduction of rational numbers. Now what we are going to discuss is the properties of rational numbers. Properties of rational numbers. അപ്പോൾ നമുക്ക് റാഷണൽ നമ്പർ എന്താണെന്നുള്ളതും അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും അതിനെപ്പറ്റിയുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻസും നമ്മൾ ഓൾറെഡി പഠിച്ചു. Okay, so now we are moving on to the next topic, properties of rational numbers. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സിനെ പറ്റി പറയുന്ന കൂടെ തന്നെ ഫസ്റ്റ് അവർ ഡിഫൈൻ ചെയ്തേക്കുന്നത് റാഷണൽ നമ്പേഴ്സിന് മുൻപ് ഹോൾ നമ്പേഴ്സിൻ്റെയും ഇൻറ്റിജേഴ്സിൻ്റെയും എന്താണ് സെയിം പ്രോപ്പർട്ടീസ്, അതായത് നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത് 4 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഫസ്റ്റ് വൺ ഇസ് ക്ലോഷർ പ്രോപ്പർട്ടി. ഇത് എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നോരോന്ന് നമ്മൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ക്ലോഷർ പ്രോപ്പർട്ടി. സെക്കൻഡ് commutative property. And third property, associative property. And finally the fourth property, distributive property. So ഈ 4 പ്രോപ്പർട്ടീസാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് പഠിക്കുന്ന 4 പ്രോപ്പർട്ടീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പ്രോപ്പർട്ടീസാണിത്. അപ്പം ഈ പ്രോപ്പർട്ടീസ് നമ്മൾ റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ 4 പ്രോപ്പർട്ടീസും നമ്മൾ ഇൻറ്റിജേഴ്സ് ആൻഡ് ഹോൾ നമ്പേഴ്സിൻ്റെ കേസിൽ ഡിഫൈൻ ചെയ്യും. ആദ്യം ഇൻറ്റിജേഴ്സിൻ്റെയും ഹോൾ നമ്പേഴ്സിൻ്റെയും കേസിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ 4 പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യും. ഡിഫൈൻ ചെയ്തതിന് ശേഷം വി വിൽ മൂവ് ഓൺ ടു റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻറ്റിജേഴ്സ് എന്താണ് ഹോൾ നമ്പേഴ്സ് എന്താണെന്നുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഇനീഷ്യലി തന്നെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു തന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us മൂവ് ഓൺ ടു ദ ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് ഇൻറ്റിജേഴ്സ്, whole numbers. Let's start with whole numbers. Okay, so let's start with whole numbers, and first property that we are going to discuss is the closure property of whole numbers. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു നമ്മളിവിടെ 4 പ്രോപ്പർട്ടീസാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത് ഞാനൊരു ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് തരാം. അതായത് നമ്മൾ മാത്സിൽ ഒരു സെറ്റ് ഓഫ് എലമെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. സെറ്റ് ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തുമാകാം, ലൈക്ക് സെറ്റ് ഓഫ് നമ്പേഴ്സ് ആകാം. അപ്പോൾ സെറ്റ് ഓഫ് നമ്പേഴ്സാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നതും ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിച്ച റാഷണൽ നമ്പേഴ്സ് ആണെങ്കിലും എല്ലാം എന്താണ്, ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ് അല്ലേ. ലൈക്ക് ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ 0, 1, 2,
3 എക്സെട്ര. ഇതെന്താണ്? ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. സോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സെറ്റ് ഓഫ് എലമെൻസിനെ നമ്മൾ മാത്സിൽ കൺസിഡർ ചെയ്യാണ്. ദിസ് എലമെൻറ്റ്സ് ക്യാൻ ബി നമ്പേഴ്സ് ഓൾസോ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് സെറ്റ് ഓഫ് നമ്പേഴ്സ് എടുത്തിട്ട് ആ സെറ്റ് ഓഫ് നമ്പേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രോപ്പർട്ടീസ് പഠിക്കുന്നത്. സോ ഞാൻ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് എന്ന വേർഡ് ഇനി യൂസ് ചെയ്യുന്നില്ല, പകരം സെറ്റ് ഓഫ് നമ്പേഴ്സ് ആയിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോവാണ്. അപ്പോൾ സെറ്റ് ഓഫ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യാണ്. അപ്പം ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ നമ്മൾ സർട്ടൻ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ത് ചെയ്യാണ്? അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഫെമിലിയർ ആണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. ഏതൊക്കെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നിങ്ങൾക്കറിയാം? അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, റൈറ്റ്? ഈ 4 മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള 4 മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഈ പ്രോപ്പർട്ടീസിൻ്റെ ഡെഫിനിഷൻ വരുന്നത് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് കൺസിഡർ ചെയ്യാണ്. ആ സെറ്റ് ഓഫ് നമ്പേഴ്സിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാണ്. അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനകത്ത് പെർഫോം ചെയ്യുമ്പം നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻസ് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, അതായത് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ സെറ്റ് ഓഫ് നമ്പേഴ്സിനകത്തോട്ട് നമ്മൾ ഈ പറഞ്ഞ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് വി വിൽ ഗെറ്റ് സം ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻസ്. ഈ കൺക്ലൂഷൻസ് ഓരോന്നിനെയുമാണ് നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ 4 പ്രോപ്പർട്ടീസിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നൗ ഇറ്റ്സ് ക്ലിയർ? ഓക്കെ, so now first we are going to discuss about the closure property of whole numbers. Okay, first closure property of whole numbers. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് ക്ലോഷർ പ്രോപ്പർട്ടി എന്താണെന്നുള്ള ഒരു ഐഡിയ തരാം. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് ഹോൾ നമ്പേഴ്സ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടീൻ്റെ ഡെഫിനിഷനൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പേർപ്പസിന് വേണ്ടിയിട്ട് ക്ലോഷർ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി യൂഷ്വലി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എ സെറ്റ് ഓഫ് നമ്പേഴ്സ് is said to be closed under an operation. ക്ലോഷർ പ്രോപ്പർട്ടി നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പം നമ്മളത് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്ലോസ്ഡ് അണ്ടർ ആൻ ഓപ്പറേഷൻ എന്നാണ് പറയുക. ക്ലോസ്ഡ്. ഓക്കെ, സോ എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഈസ് സെഡ് ടു ബി ക്ലോസ്ഡ് അണ്ടർ ആൻ ഓപ്പറേഷൻ. ദിസ് ഓപ്പറേഷൻ ക്യാൻ ബി അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ. നമ്മളിവിടെ 4 ഓപ്പറേഷൻസ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ 4 ഓപ്പറേഷൻസ് മാത്രം ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. ഓക്കെ, എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഈസ് സെഡ് ടു ബി ക്ലോസ്ഡ് അണ്ടർ ആൻ ഓപ്പറേഷൻ ഇഫ് when you perform that operation on any two elements on the set, then the result will also be the element of the same set. അതായത് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമുക്കൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, സപ്പോസ് സെറ്റ് ഓഫ് നമ്പേഴ്സ് ഞാൻ എടുക്കുകയാണ്. നമ്മളിവിടെ പറയുന്നത് ആരെ പറ്റിയാണ്? ഹോൾ നമ്പേഴ്സിനെ പറ്റിയാണ്. സോ നമുക്ക് ഹോൾ നമ്പേഴ്സ് തന്നെ ചൂസ് ചെയ്യാം. 0, 1, 2, 3 എക്സെട്ര. അപ്പം ഇതൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണല്ലോ. ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ക്ലോസ്ഡ് അണ്ടർ ആൻ ഓപ്പറേഷൻ, അല്ലേ? ക്ലോസ്ഡ് അണ്ടർ ആൻ ഓപ്പറേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് ഓരോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൻ്റെ കേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് അഡീഷൻ്റെ കേസിൽ ക്ലോഷർ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്നുണ്ട്, സബ്ട്രാക്ഷൻ്റെ കേസിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സിമിലർലി ഫോർ ദ കേസ് ഓഫ് ഡിവിഷൻ ഓൾസോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലോഷർ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അഡീഷൻ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എടുക്കാം. ആൻഡ് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഈ സെറ്റ് ഓഫ് നമ്പേഴ്സ് അഡീഷൻ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷനെ ആ ഓപ്പറേഷൻ്റെ ഇതിൽ ക്ലോഷർ പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ എടുക്കുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അഡീഷൻ ആണ്. ആൻഡ് സെറ്റ് ഓഫ് നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ സെറ്റ് ഓഫ് നമ്പേഴ്സ് എന്താണ്? ഹോൾ നമ്പേഴ്സുമാണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇസ് സെഡ് ടു ബി ക്ലോസ്ഡ് അണ്ടർ ആൻ ഓപ്പറേഷൻ.
Operation can be addition, subtraction, multiplication or division. Okay. അപ്പോൾ അത് set of numbers closed under an operation. എപ്പോഴാണ്? when you perform that operation on any two elements on the set. ആ സെറ്റിലുള്ള ഏതെങ്കിലും രണ്ട് എലമെൻസിൻ്റെ മുകളിൽ നമ്മൾ ഈ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? റിസൾട്ട് വിൽ ഓൾസോ ബി ദ എലമെൻറ്റ് ഓഫ് ദ സെയിം സെറ്റ്. നമ്മൾ കൺസിഡർ ചെയ്ത സെറ്റ് ഏതാണോ ആ സെറ്റിനകത്തുള്ള അതേ എലമെൻറ്റ് തന്നെ ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദി സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇസ് സെറ്റ് ടു ബി ക്ലോസ്ഡ് അണ്ടർ ദാറ്റ് ഓപ്പറേഷൻ. ഏത് ഓപ്പറേഷനാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത് ആ ഓപ്പറേഷൻ. ക്ലിയർ? ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ വി ആർ കൺസിഡറിങ് ദിസ് ഹോൾ നമ്പേഴ്സ് ആൻഡ് വി ആർ കൺസിഡറിങ് ദ ഓപ്പറേഷൻ അഡീഷൻ. നൗ വി ആർ ചെക്കിംഗ് ദാറ്റ് വെദർ ദിസ് സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ഓർ നോട്ട്. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ എന്താ പറയുന്നത്? വി ഹാവ് ടു ടേക്ക് എനി ടു എലമെൻറ്റ്സ് ഫ്രം ദ സെറ്റ്. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് സപ്പോസ് എനിക്ക് ഇഷ്ടമുള്ള എലമെൻറ്റ്സ് എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എലമെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചൂസ് ചെയ്യുന്നത് 2, 3 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണ്. 2, 3 ഇറ്റ്സ് എ ഹോൾ നമ്പർ. ഈ സെറ്റിനകത്ത് വരുന്ന രണ്ട് നമ്പേഴ്സാണ്. നൗ അഡീഷനാണ് നമ്മളിവിടെ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ. സോ ഈ പെർഫോം അഡീഷൻ ഓൺ ദിസ് 2 നമ്പേഴ്സ്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ഏതാണോ അതിനകത്തോട് നമ്മൾ അഡീഷൻ പെർഫോം ചെയ്യുന്നു. സോ 2 + 3, റൈറ്റ്? ഇതിന് എനിക്ക് എങ്ങനെയും എഴുതാം, 3 + 2 എന്ന് എഴുതാമല്ലോ, നോ ഇഷ്യൂസ്. സോ 2 + 3 or 3 + 2 is nothing but 5. 5 is this 5 is a whole number? Is this a whole number? Yes, 5 is a whole number, right? 5 എന്ത് തന്നെയാണ്? ഒരു ഹോൾ നമ്പർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഹോൾ നമ്പറിൻ്റെ സെറ്റിൽ നിന്ന് രണ്ട് എലമെൻറ്റ്സിനെ ചൂസ് ചെയ്തു. ആ രണ്ട് എലമെൻറ്റ്സിൻ്റെ മുകളിൽ നമ്മൾ അഡീഷൻ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്തു ആൻഡ് വി ഗോട്ട് അനദർ ഹോൾ നമ്പർ ആസ് എ റിസൾട്ട്. So you can say that this set of whole numbers are closed under the operation addition. ഇപ്പോൾ ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ഷൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ഓപ്പറേഷൻ ഇസ് സബ്ട്രാക്ഷൻ. നൗ നമുക്ക് തൊട്ട് മുമ്പുള്ള കൺക്ലൂഷൻ എന്താണ്? നമ്മളിപ്പോൾ ഇവിടെ എഴുതി വെച്ച കൺക്ലൂഷൻ എന്താണ്? അത് നമുക്ക് ജസ്റ്റ് എഴുതിയതിന് ശേഷം നമുക്ക് സബ്ട്രാക്ഷനിലോട്ട് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, ദാറ്റ് മീൻസ് സെറ്റ് ഓഫ് ഞാൻ വേറെ ഇങ്ക് യൂസ് ചെയ്യാം സോ ദാറ്റ് you can identify it, the points. Okay, so set of whole numbers are closed under addition. അപ്പം ഈ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന സെറ്റ് അഡീഷനകത്ത് ക്ലോസ്ഡ് ആയതുകൊണ്ട് സബ്ട്രാക്ഷനകത്തും മൾട്ടിപ്ലിക്കേഷനകത്തും ഡിവിഷനകത്തും അത് ക്ലോസ്ഡ് ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് തന്നെ നോക്കണം. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ കേസ് ഓഫ് സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ്റെ കേസിൽ എങ്ങനെയാണ് ക്ലോഷർ പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നുണ്ടോ സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ സബ്ട്രാക്ഷൻ, സോ നമ്മൾ ആരെ പറ്റിയാണ് പറയുന്നത്? ഹോൾ നമ്പേഴ്സ് ആണ്. സോ യു നോ ഹോൾ നമ്പേഴ്സ് ആർ 0, 1, 2, 3, 4 എക്സെട്ര. ദിസ് സെറ്റ് ഓഫ് നമ്പേഴ്സ്, റൈറ്റ്? നൗ നമുക്ക് രണ്ട് വേറെ ഡിഫറെൻറ്റ് നമ്പേഴ്സ് ചൂസ് ചെയ്യാം. നൗ ഐ എം ചൂസിങ് 1 and 4 ഫ്രം ദിസ് സെറ്റ്. ഓക്കെ, അപ്പോൾ 1, 4 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് ഞാൻ ചെക്ക് ചെയ്യുകയാണ്. നൗ നമ്മൾ ഏത് ഓപ്പറേഷനാണ്? സബ്ട്രാക്ഷനാണ് പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ സബ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ 1ലും 4ലും എനിക്ക് രണ്ട് രീതിയിൽ സബ്ട്രാക്ട് ചെയ്യാം, അല്ലേ? ഒന്നെങ്കിൽ എനിക്ക് 4 - 1 ചെയ്യാം, ഓർ ഐ ക്യാൻ സബ്ട്രാക്ട് 1 - 4, like 1 - 4 or 4 - 1, right? അപ്പോൾ 4 - 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? When I subtract 1 from 4, I will get the answer 3, right? This is a whole number, right? Because 3 belongs to this set of whole numbers, right? Now 1 - 4, what is 1 - 4? 1 - 4 is -3, right? Is this -3 is a whole number? No, right? Whole numbers means 0, 1, 2, 3, 4 etc. this series, but -3 is not a whole number. Now what's your conclusion? This set of whole numbers is not closed under subtraction. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ പെർഫോം ചെയ്തു. നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിൽ നമുക്കിത് സബ്ട്രാക്ട് ചെയ്യാം. നമ്മൾ ചൂസ് ചെയ്ത നമ്പർ നമുക്ക് രണ്ട് രീതി, അത് ഏത് നമ്പർ ആണെങ്കിലും. സപ്പോസ് ഏതാണ് ഞാൻ എടുക്കുന്നത്? 0യും 3യും എടുക്കാമെന്ന് വിചാരിച്ചു. 0യും 3യും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇതിനെ രണ്ട് രീതിയിൽ സബ്ട്രാക്ട് ചെയ്യാം. 3 - 0 എന്ന് സബ്ട്രാക്ട് ചെയ്യാം, ഓർ 0 - 3 എന്ന് സബ്ട്രാക്ട് ചെയ്യാം, അല്ലേ? അപ്പോൾ 3 - 0 = 3, അത് ഹോൾ നമ്പർ ആണ്. ബട്ട് 0 - 3 ആണ് സബ്ട്രാക്ട് ചെയ്യുന്നതെങ്കിലോ ഇറ്റ്സ് -3. ദിസ് ഇസ് നോട്ട് എ ഹോൾ നമ്പർ. അപ്പോൾ നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ഹോൾ നമ്പേഴ്സ് തന്നെയാണോ കിട്ടുന്നത്? അല്ല, ഹോൾ നമ്പേഴ്സ് അല്ലാതെ കിട്ടുന്ന ഒരു പോസിബിലിറ്റിയും കൂടെ നമുക്ക് വന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ എന്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ദിസ് സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ.
subtraction. Clear? Okay. Now subtraction over. Now we will move on to the next mathematical operation, multiplication, in the case of whole numbers. So again whole numbers 0, 1, 2, 3, 4 etc. ഞാനിത് again എഴുതാൻ കാരണം നിങ്ങളിത് കേൾക്കുന്നതോറും നിങ്ങളുടെ മനസ്സിൽ ഫീഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഞാൻ ഇനി എന്താണ് ഈ ഹോൾ നമ്പേഴ്സിനകത്തുനിന്ന് എഗെയിൻ രണ്ട് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ചൂസ് ചെയ്യാണ്. ലെറ്റ് us take 4 and 6. ഓക്കെ, നൗ we are doing the operation multiplication. Okay, multiplication ആണ് നമ്മൾ ചെയ്യുന്നത്. So 4 into 6 or we can multiply like 6 into 4, right? എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഓർഡർ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് അല്ലേ? ലൈക്ക് അഡീഷൻ പോലെ തന്നെ നമുക്ക് ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഏത് എഴുതിയാലും കുഴപ്പമില്ല മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ. അപ്പോൾ സബ്ട്രാക്ഷൻ അങ്ങനെയല്ല, ഫസ്റ്റ് എഴുതുന്ന നമ്പറിനനുസരിച്ച് എന്തുണ്ട്, ഇവിടെ കിട്ടുന്ന ആൻസറിൻ്റെ സൈനിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ബോത്ത് പോസിബിലിറ്റീസും എടുക്കുന്നത്. ഓക്കെ, ഇവിടെ 4 into 6 ആണെങ്കിലും 6 into 4 ആണെങ്കിലും യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ 24. ഈസ് ദിസ് 24 ഇസ് എ ഹോൾ നമ്പർ? യെസ്, 24 ഇസ് എ ഹോൾ നമ്പർ ഓൺലി. വേറെ ഏത് നമ്പർ എടുത്താലും യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. 0 into 2 or 2 into 0 which is equal to 0 itself. 0 is also a whole number. So നമുക്ക് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് ഹോൾ നമ്പേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്ന നമ്പറും എന്ത് തന്നെയാണ്, ഒരു ഹോൾ നമ്പർ തന്നെയാണ്. സോ യു ക്യാൻ സേ ദാറ്റ് സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ multiplication. Clear? Okay, now the last operation is division. Last one is division. Okay, now set of whole numbers 0, 1, 2, 3, 4 etc. Now I am taking two whole numbers 5 and 7. Okay, now the operation is division, so you can divide it in both ways. 5 divided by 7 or 7 divided by 5. 5 divided by 7 or 7 divided by 5. Okay, 5 by 7, is it a whole number? No. 7 by 5, is it a whole number? No. Both are rational numbers only. By dividing two whole numbers, you are not getting another whole number. You are getting a rational number only. അല്ലേ, രണ്ട് ഹോൾ നമ്പേഴ്സ് നമ്മൾ ചൂസ് ചെയ്തു, അവരെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഹോൾ നമ്പേഴ്സ് തന്നെയാണോ കിട്ടുന്നത്? അല്ല. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം ഇവിടെ നിന്ന്? ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് ആണോ ഓർ ആർ നോട്ട് ക്ലോസ്ഡ് ആണോ? Whole numbers are not closed under division. Whole numbers are not closed under division. Clear ആയോടാ? Okay, so this is all about this whole number. അപ്പോൾ നമുക്ക് ഹോൾ നമ്പേഴ്സിൻ്റെ കേസിൽ എന്തൊക്കെ പറയാം? ക്ലോഷർ പ്രോപ്പർട്ടി, ഹോൾ നമ്പേഴ്സിൻ്റെ ക്ലോഷർ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു. എന്താണ്? ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ പ്രോപ്പർട്ടിയിൽ എന്താണ്? ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. Whole numbers are not closed under subtraction. Whole numbers are closed under multiplication. And whole numbers are not closed under division. അപ്പോൾ ഹോൾ നമ്പേഴ്സിൻ്റെ കേസിൽ നമുക്ക് കൺക്ലൂഷൻ പറയുമ്പോൾ ക്ലോസ്ഡ് ആൻഡ് നോട്ട് ക്ലോസ്ഡ് ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത്? ക്ലോസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ആൻഡ് നൗ നോട്ട് ക്ലോസ്ഡ് ഹോൾ നമ്പേഴ്സിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇത് ഓരോ സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ കേസിനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഹോൾ നമ്പേഴ്സിന് കിട്ടിയ പോലത്തെ അതേ കൺക്ലൂഷൻ ആയിരിക്കില്ല ക്ലോഷർ പ്രോപ്പർട്ടിയുടെ കേസിൽ നമുക്ക് ഇൻഡിജേഴ്സിനും അതുപോലെ തന്നെ റാഷണൽ നമ്പേഴ്സിനും കിട്ടുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്തിരിക്കണം? ഇത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ലേൺ ചെയ്തിരിക്കണം. ഓക്കെ, സോ ക്ലോഷർ പ്രോപ്പർട്ടി ഇൻ ദ കേസ് ഓഫ് ഹോൾ നമ്പേഴ്സ് നമ്മൾ പറയുമ്പം ഏതൊക്കെയാണ് ക്ലോസ്ഡ്? അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആർ ക്ലോസ്ഡ്. ബട്ട് subtraction and division are not closed under whole numbers are not closed under subtraction and division, and whole numbers are closed under addition and multiplication. Okay, അപ്പോൾ നമ്മൾ ഇനി ഇൻറ്റിജേഴ്സും അതുപോലെ തന്നെ റാഷണൽ നമ്പേഴ്സും ഇതേപോലെ ക്ലോഷർ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഫൈനലി നമ്മൾ എന്ത് ചെയ്യും? ഒരു ടേബിൾ മേക്ക് ചെയ്യും. അപ്പോൾ ഈ മൂന്ന് പേരെയും വെച്ചിട്ട് ക്ലോഷർ പ്രോപ്പർട്ടി കമ്പയർ ചെയ്യുന്ന ഒരു ഫൈനൽ ടേബിൾ നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്തായിരിക്കും ഈസി ആയിട്ട് ആ ടേബിൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് പഠിക്കാൻ വേണ്ടി പറ്റും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് ഹോൾ നമ്പേഴ്സ്. സോ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ we will discuss about a